അതുപോലെ തന്നെ പലരും എന്തിനാണ് ഈ ചെറിയ സിനിമ ഈ ഒരു ഓണത്തിന് ഇറക്കിയത് എന്നൊരു ചോദ്യവും അല്ലേ നേരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയോ ചേച്ചിക്ക് അങ്ങനെ ഒരു? അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓണത്തിന് വലിയ സിനിമകൾ വരേണ്ട സ്ഥലമല്ലേ, എന്തിനാണ് ഇങ്ങനെ ചെറിയൊരു സിനിമ? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ സിനിമ അല്ല. ഇതിന് നല്ല മുതൽ മുടക്ക്, ഞാൻ അതിന്റെ എമൗണ്ട് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് സിനിമ കണ്ടവർക്കറിയാം അതിനകത്ത് മുതൽ മുടക്കുണ്ടോ എന്നുള്ളത്. താരങ്ങളാണ് ഞങ്ങളത് ഇന്റർവ്യൂല് റഹ്മാൻ സാറിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട്. കാരണം അടുത്തിറങ്ങിയ ഒരു മലയാള സിനിമയിൽ ഇത്രയും കാസ്റ്റ്, എല്ലാവർക്കും പൈസ കൊടുത്തും അവരുടെ ചെലവ് നോക്കി തന്നെയാണല്ലോ നമ്മൾ അഭിനയിപ്പിക്കുക. അപ്പൊ അതൊരു അത്രയും എമൗണ്ട് ആയിട്ടുണ്ടാകും. പിന്നെ 50 കോടിയൊന്നും ആയിട്ടില്ല. ഓണത്തിന് ഇറങ്ങിയ സിനിമകൾ 50 കോടി ആയ സിനിമയുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒപ്പം അതിന്റെ അയലോക്കത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മലയാളത്തില് ഇപ്പം ഓണത്തിന് ഇറങ്ങിയ ബാക്കി സിനിമകൾ വെച്ച് നോക്കുമ്പം ഈ സിനിമ അതിന്റെയൊക്കെ മുകളിൽ പൈസയായ ഒരു സിനിമയാണ്. അപ്പം അത് ഒരു എന്താ ഇതിനെപ്പറ്റിയൊക്കെ പറയാ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഇടയിൽ ഇപ്പൊ കമന്റ് വരും. ഞാൻ എന്ത് പറഞ്ഞാലും നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കമന്റ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴേ ചേച്ചി നമ്മൾ ബാഡ് ബോയ്സിന് ഇന്റർവ്യൂസ് റഹ്മാൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം മലയാളത്തിലേക്ക് എന്തുകൊണ്ട് അധികം വരുന്നില്ല എന്നുള്ള എൻ്റെ തന്നെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസുകൾ നമുക്ക് തരുന്ന സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം തെലുങ്കിലും തമിഴിലും ഒക്കെ നിറയെ സിനിമ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ. അപ്പം പറഞ്ഞൊരു പ്രധാന വാക്യം ഇതായിരുന്നു, തമിഴിലും തെലുങ്കിലും തരുന്ന അതേ സൗകര്യം ഒരു പക്ഷെ അതിനേക്കാൾ മുകളിൽ അബാം ഒരുക്കിയിരുന്നു. അത് പുള്ളിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്ന് പറഞ്ഞു. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ചേച്ചി ആസ് എ പ്രൊഡ്യൂസർ എന്തൊക്കെയാണ് ഒരു സിനിമ വരുമ്പോൾ ശ്രദ്ധിക്കുന്നത്? അല്ല, ആക്ച്വലി അവരുടെ ഞാൻ അന്ന് എനിക്കൊന്ന് പൊന്നി തന്നെ ഞങ്ങളെ ഗ്രൂപ്പായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പൊന്നിയോടാണ് പറഞ്ഞോ അതോ ഇനി ബിഹൈൻഡ് വുഡ്സ് ആണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അഭിനയിക്കാൻ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ കൂടെ നമ്മൾ ക്ഷണിച്ചു വരുത്തി നമ്മുടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സുഖ സൗകര്യങ്ങൾ, അവരുടെ കംഫർട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും നമ്മൾ കൊടുക്കേണ്ട സൗകര്യം ലഭിക്കാത്തതായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത്രയും ഒരു അബാം എന്ന് പറഞ്ഞാൽ തരക്കേടില്ലാത്ത ഒരു കമ്പനിയായിട്ട് ഇന്ന് വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ അവരെ പറ്റിച്ചുകൊണ്ട് പോവോ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കാതിരിക്കുമോ, അല്ലെങ്കിൽ അഭിനയിക്കാൻ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. ആർക്കും നമ്മളെ പറ്റിയിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കമ്പനീനെയാണ് ആൾക്കാർ ചീത്ത പറയുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും, അല്ലെങ്കിൽ നമ്മളൊരു സിനിമയായിട്ട് വരുമ്പോൾ നമ്മളെ അടിച്ചോടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 200 ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തു, ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഹിതം. പിന്നെ ടെക്നീഷ്യൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് 150-ന് മുകളിൽ 180 പേരുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേർക്ക് നമ്മളിത് ആരും വന്ന് ഫ്രീ ആയിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഒരു വ്യക്തി വന്ന് ഫ്രീ ആയിട്ട് ഒരു കുപ്പി വെള്ളം പോലും നമ്മുടെ ചെലവിലല്ലേ പോകുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇതിനെല്ലാം ഇത്ര ലാഘവത്തോടെ കണ്ട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത്? സിനിമ മോശമാണെന്ന് പറയുന്നു. അത്രയ്ക്കൊരു മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.